ക്രെയിൻ ഡൗൺ. മറിച്ചിടുവോ? നല്ല അസല് ഫ്രൈ കേട്ടോ. ചമ്മന്തി ആയിട്ട് ശരിയായിട്ടില്ല. ക്രെയിൻ അപ്പ്. ഈയിടെ ഇതൊരുമാതിരി തട്ടുകടല ചമ്മന്തി പോലെ ആയിപ്പോയല്ലോ. നാലല്ലി വേപ്പില, അത്ര തന്നെ പുതിനല, ഇച്ചിരി മല്ലിച്ചേപ്പ്, വറ്റില മുളക്, ചുവന്നുള്ളി. ഇത് എണ്ണയിലിട്ട് വറക്കണം. മൂത്ത് വരുമ്പോഴത്തേക്കിന് ഒത്തിരി ഇഞ്ചിയുടെ ചേർത്ത് കല്ലേൽ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് 2 തുള്ളി വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ചാലിച്ചിങ്ങെടുത്താൽ മതി. അങ്ങനെ ഉണ്ടായിട്ടല്ലോ 10 ഇഡലി കൂടുതലില്ല. ശരി സാർ. ഈ തീറ്റ മാത്രമല്ലേ നടക്കുന്നുള്ളൂ. ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ജയന്റെ പെങ്ങളെ ബാലകീനാറിനെ കിട്ടിയ പോലെയാ. സാറ് കയറി മേഞ്ഞുകളയും. അയ്യോ കുട്ടി പേടിക്കണ്ട, ഫുഡ് കഴിക്കുന്ന സമയം കാരണം കൊച്ചു സേഫാ. ഇതെന്നെ മാസികയാണോ? ഹേയ് പുസ്തക ആ, പരീക്ഷയാന്ന്, ഡിഗ്രി എക്സാം. ഇനിയിപ്പൊ എന്ത് പഠിപ്പ്? സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അല്ലേ അഭിനയിക്കുന്നേ? എല്ലാം പുള്ളി പഠിപ്പിച്ചോളും. എല്ലാം എന്റെ മകളുടെ ഭാഗ്യം. മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായികയാക്കും സാറ്. ഇല്ലേ ഞാനാക്കും. ആക്കും. സാറേ സാറേ, നമസ്കാരം. നായകന്റെ അനിയത്തിയായിട്ടുള്ള ആ ക്യാരക്ടർ നല്ല മുളക് അരച്ച് തേക്കണം. നായകന്റെ അനിയത്തിയോ? മീൻകറി വെക്കുമ്പോഴേ നല്ല എരിവുള്ള മുളക് അരച്ച് ചേർക്കാൻ പറഞ്ഞു കേട്ടോ. സാറേ കളരിക്കാരിയാ. ഇവിടെ വല്ല വാൾപ്പയറ്റും ഉണ്ടോ? അയ്യോ കളരിയല്ല സാർ, കഥകളി. ആ, കലാതിലകവാ വർഷങ്ങളായിട്ട്. അല്ല, വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാ കലാതിലകമാകണമെന്ന്. അതിനുള്ള ശ്രമമുണ്ട്. 2 കരിക്കും കൂടെ. അനിയത്തി കുട്ടിയുടെ വേഷം ഇല്ലയോ? ഓക്കെയാ. ഇത്തിരി മസാല കൂടുതലാ. ഓക്കെ ആക്കാം അല്ലയോ? ക്രെയിൻ അപ്പ്. കുറച്ച് കഴിയും. ചമ്മന്തി അടുത്ത വരവിന് എടുത്തോളാം. വൈകുന്നേരത്തെ 1-2 പീസ് വേണം. MLA VS ഒറ്റ മറിയലീലാമണിയോമനെ നല്ല മൂത്ത ചിക്കൻ്റെ പീസ് ആയിക്കോട്ടെ. ചെറുതാണെങ്കിലും നല്ല വേഷമാ. ചെയ്യുവോ? ചെയ്യാലോ, ഇനിയിപ്പൊ ചെയ്യാലോ. ഞെട്ടിക്കും അല്ലേ? ഈ കൊച്ചൊന്നും മിണ്ടത്തില്ലേ? വീണ്ടും വരുന്ന വഴിക്ക് എന്നോട് സംസാരിച്ച നല്ല പാല് വരെ സംസാരിക്കും അല്ലേ? എന്നാ പേരനാ? മൃഗാളിനി. മൃഗാളി. മൃണാളിനി. ചമ്മന്തി അടയ്ക്ക് അറിയാം? ഞാൻ അടിച്ചാ മതിയോ സാർ? മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സിനിമാറ്റിക് ഭരതനാട്യം ഒക്കെ മതിയോ? മതി മതി, ഡാൻസ് അല്ലയോ? ധാരാളം മതി. കഥകളി അല്ലയോ? മുദ്രയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇച്ചിരി വെള്ളം വെള്ളം പോലും തരരുത് കേട്ടോ. ഞാൻ പറയാതെ ഈ ക്രെയിൻ ആക്കണ്ട. അപ്പൊ എപ്പ ഞാൻ താഴെ ഇറങ്ങണം? എന്തായാലും ഉച്ച കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. പോയി റെസ്റ്റ് എടുക്കും. പോ. അപ്പൊ ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയാ മതിയാ? ഇപ്പൊ ഞാൻ ക്രെയിനിൽ നിന്ന് വീണാനെ. സാറിന്റെ അടുത്ത പടം ഡോൾബിയാ. സംവിധായകനങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഈ പേരങ്ങ് മാറ്റണം. നടിയായി പിന്നെ എന്ത് മാറ്റാലോ സാറേ? വലിയ നടിയൊക്കെ ആയി കഴിയുമ്പോ ആര് ചോദിച്ചാലും ഗോഡ് ഫാദർ ഞാനാന്ന് പറഞ്ഞേക്കണേ. അയ്യോ, അത് കുഞ്ഞാപ്പു സമ്മതിക്കുന്നു തോന്നുന്നില്ല സാറേ. അതാരായി കുഞ്ഞാപ്പു? മോളുടെ അച്ഛൻ. അയ്യോ, ഇവരുടെ ഗോഡ് ഫാദർ കുഞ്ഞാപ്പു തന്നെയാ സാറേ, സത്യം. നേരെ താഴോട്ട് ശകലം ഇങ്ങോട്ട് തിരി. എടുത്തു തുടങ്ങിട്ടോ നമ്മളെ കേട്ടിനി. എന്താ നടന അതിന് അഭിനയിക്കാൻ വന്നതാ. അഭിനയിച്ചോ? അങ്ങോട്ട് മാറി അഭിനയിച്ചോ? നമുക്കെടുക്കാം. സാറേ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് അഭിനയിക്കാൻ വന്നേ. ചാലക്കുടി രാജാമണി. നാസര വിദ്വാനാണല്ലേ? പേര് കേട്ട് എനിക്ക് അങ്ങനെയാ തോന്നിയത്. അല്ല, ഇവൻ മിമിക്രി വിദ്വാനാ. മെഡിക്കൽ ഷോപ്പിൽ ഫോൺ ചെയ്തിട്ട് വരാൻ പറഞ്ഞ്. ഓഹോ, താൻ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല. എന്നാ പോയി മേക്കപ്പ് ചെയ്യ. നമുക്ക് വല്ലതും കഴിച്ചാലോ? അപ്പൊ എടുക്കണ്ടേ? എന്നാ എടുത്തിട്ട് കഴിക്കാം. അപ്പൊ ഇങ്ങനെ വെച്ചു. എടാ, ഈ സംവിധായകനാളൊരു പുലിയല്ലേ? ഇവന് സ്റ്റാർ ആയിട്ടാ എല്ലാരും പുറകെ വരും. ഈ സംവിധായകരൊക്കെ എന്തിനാ 2 കൈ ഇങ്ങനെ പിടിക്കണത്? അത് നിനക്ക് മനസ്സിലായില്ല? ഇല്ല. എടാ, ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെച്ചാ ചന്തി കാണാനാ? ഇതൊരു പുതിയ അറിവാണല്ലോ. ഇങ്ങനെ പിടിച്ചാ മതിയല്ലേ? കൊള്ളാം. ആരാ ഇവിടെ കുൽസിത പ്രവർത്തനങ്ങൾ കാണിച്ചോണ്ടിരിക്കുന്നത്? എന്താ ഇവിടെ? അഭിനയിക്കാൻ വന്നതാ. നടന. നടൻ നീയോ? അല്ല ഇവൻ. അല്ല ഞാനാ. ഏത് വേഷം? ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ സാറേ, ഓട്ടോറിക്ഷക്കാരുടെ വേഷ. ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ. നിനക്കൊക്കെ ഓട്ടോ എന്ന് പറയുമ്പോ ഇത്ര പുച്ഛം എന്താ? സാറേ പുച്ഛിച്ചതല്ല, ഓട്ടോറിക്ഷ ഞങ്ങളുടെ ജീവിതമാ. സാറ് ലാലേട്ടന്റെ ഓട്ടോ കണ്ടിട്ടില്ലേ? ഓ, മോഹൻലാലാമെന്ന ആളാ അല്ലേ? എന്നാ ഇവന്റെ കറങ്ങി തിരിഞ്ഞ് ഇറങ്ങണ്ട ചെല്ലേ. ഇവനെനിക്ക് പണ്ടേ അറിയ കൊടുക്കാത്ത ചാടി. എന്താ സാറേ? ഇല്ല, ഇവൻ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ അതോ നിങ്ങൾക്ക് എല്ലാവർക്കും വേഷം വല്ലതും ഉണ്ടോ? ഞങ്ങള് കൂടെ വന്ന. സന്ധ്യ കഴിയുമ്പോ ഒരു ഫുള്ളും മേടിച്ചോണ്ട് റൂമിലോട്ട് വരുന്ന ഒരു സംഭവം ഉണ്ട്. ആണോ? ആ വേഷം ഞാൻ ചെയ്യട്ടെ? അത് വേഷമല്ല, ഒരു കുപ്പിയൊക്കെ മേടിച്ചോണ്ട് റൂമിലോട്ട് വന്ന പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ കണ്ട എല്ലാവർക്കും വേഷം കിട്ടും. അങ്ങനെ ചില പതിവൊക്കെ ഉണ്ട്. അല്ല സാറേ, ഞങ്ങളുടെ അടുത്ത് കാശൊന്നും ഇല്ലാട്ടാ. സാറേ വേണ്ട, കാശില്ലാന്നിട്ടാ. കടം പറയാൻ പറ്റുമോ?
എങ്ങനെ നീയൊക്കെ സിനിമയിൽ നന്നാവൂടാ? ഗുരുത്വം എന്ന് പറഞ്ഞൊരു സാധനം ആദ്യം വേണ്ടത് സീനിയറായ ആൾക്കാരെയൊക്കെ. വേണ്ട വേണ്ട. ആ രാധാമണി, റൂം നമ്പർ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, എത്ര നേരം അന്വേഷിക്കണേ. വാ, മേക്കപ്പ് ഉണ്ട്. അവരോട് വേണേ ഡേറ്റ് മാറ്റുന്നത്. തുടങ്ങൂല്ലേ സാർ? ഏതാണോ ജോണേ ആ പെൺകുട്ടി? രാധാമണിയാ, സാധു സ്ത്രീ. അതല്ലടോ അവിടെ ഇരുന്നത്. അത് സാറിന്റെ അനിയത്തിയായിട്ട് അഭിനയിക്കാൻ വന്ന കൊച്ച. എന്റെ നിത്യോ? ആ അതെങ്ങനെ ശരിയാവും? അത് അത് ശരിയാവില്ലത്. ശരിയാവൂല. സാറേ നല്ല കൊച്ചാണ്. ഡയറക്ടറൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ചു വരുത്തി വെച്ച. ഡയറക്ടർ മാത്രം കണ്ടാ മതിയോ? ഞാനും അറിയണ്ടേ, എന്റെ അനിയത്തിയല്ലേ? പിന്നല്ലാതെ. അതല്ല ജോണേ, അത് പൊക്കമില്ല. പിന്നെ അയ്യോ സാർ, ഹൈറ്റ് ആണെങ്കിൽ ആ കൊച്ചു ഇരുന്നോണ്ട് തോന്നിയാ. എനിക്ക് പരിചയമുള്ള വെച്ചാ ഞാൻ പോയി വിളിച്ചോണ്ട് എഴുന്നേപ്പിച്ച് നിർത്തി കാണിച്ചു. അവളുടെ പെരുമാറ്റം തന്നെ ശരിയല്ല. അത് തന്നെയല്ല, സീനിയേഴ്സിനോട് ബഹുമാനമൊക്കെ വേണം. ശരിയാവൂല. അത് മാത്രല്ല, അത് ആ കാസ്റ്റിംഗ് ശരിയല്ല ജോണേ. സാറേ ഒന്നുകൂടി ഒന്ന് അത് വേണ്ട, അത് ആലോചിച്ച് വേണ്ട. സാറേ കണ്ണൂരിൽ നിന്ന് വന്ന ജോണേ. സാർ ഇനിയും നീ എന്റെ പടത്തിൽ വർക്ക് ചെയ്യേണ്ടതാ. നമുക്കത് വേണ്ട കേട്ടോ. ചെല്ല്. ഉള്ള പണി കളയല്ലേ, ചെല്ല്. പൊക്കം ഒട്ടുമില്ല സാറേ, മുടിയും കുറവാ. അത്രേ ഉള്ളൂ. ആ സാറേ നല്ല ഷർട്ട്. 399 രൂപ. അയ്യേ, ഫുട്പാത്തിന്നായിരിക്കുന്നേ. ഇത് ഡള്ളാണല്ലോടോ. സാറേ ഈ സിറ്റുവേഷൻ അനുസരിച്ച് ഡള്ള് ഷർട്ട് മതിയെന്ന് ഡയറക്ടറാ പറഞ്ഞേ. ഡള്ള് മതി, പക്ഷെ നല്ല ബ്രാൻഡ് എടുത്തിട്ട് ഡള്ളാക്കാവുന്നല്ലേ ഉള്ളൂ അല്ലേ? പ്രാവശ്യം അത് അറിയില്ലേ? ഇത് ഞാനിടേണ്ടതല്ലേ? അതെ. ഇതുപോലും അറിയാത്ത നിന്നെ ഞാൻ എങ്ങനെയാണ് അടുത്ത പടത്തിനോട് സജസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ മാറ്റി മേടിക്കാൻ സാർ. ഒരു ബോധവും ഇല്ലാതെ കഷ്ടം. വാർക്കപ്പണിക്കിരുന്ന ഷർട്ടുമായിട്ട് വന്നിരിക്കുന്നു. ആദ്യം നീ നിന്റെ പണി മര്യാദക്ക്. ഓ സാറേ ഈ സീൻ കഴിഞ്ഞിട്ട് സിഗരറ്റ് ഒരു 5 പാക്കറ്റ് സിഗരറ്റ് എന്റെ പിക്ചർ ഇങ്ങോട്ടോ. ഇനിയിപ്പോ 5 പാക്കറ്റ് സിഗരറ്റ്. ഇങ്ങനെ സിഗരറ്റ് തിന്നാണ് സാറേ. ഞാൻ അപ്പളേ പറഞ്ഞാൽ അങ്ങനെ ഇത് പറ്റൂല. എന്റെ പണി പോകുന്ന ലക്ഷണമാ. ഈ ഷർട്ട് എന്താ കുഴപ്പം? ബ്രാൻഡഡ് സാധനം വേണമെന്ന്. ഇത് പിടിച്ചാൽ മതി, തിന്നണ്ട. 399 രൂപ. ഡോ, ഈ സൂപ്പർ സ്റ്റാറിനെ മെരുക്കുന്നതിന് ഒരു നാക്കുണ്ട്. അയാളെന്താ ആനയെ പറ്റും? ആനയാണെ പിന്നെയും പറഞ്ഞു മനസ്സിലാക്കാം, കാരണം ബുദ്ധിയുണ്ടല്ലോ. നമ്മൾ ഇന്നലെ മേടിച്ച കോട്ടിന് എത്രയായി? 3000-നകത്ത് വരും സാർ. ആ കോട്ടിലെ ടാഗ് എടുത്ത് ഈ ഷർട്ട് എടുക്കുക, എന്നിട്ട് ഈ ഷർട്ട് കൊണ്ടുപോയി ആ സ്റ്റാറിന് കൊടുക്കുക. എന്റെ സാറേ ഞാൻ സമ്മതിച്ചിരിക്കണം. ഇപ്പൊ മനസ്സിലായല്ലോ സൂപ്പർ സ്റ്റാറിനെ എങ്ങനെയാണ് മെരുക്കുന്നതെന്ന്? ശരിക്കും ശരി സാർ. മോനെ ഒരു ബൂസ്റ്റ് കൂടെ മിച്ചെടുക്കൂ. സാർ 2-3 ബ്രാൻഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്ടർ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ സമ്മതിക്കൂ സാറേ. ഇത് കൊള്ളാം, തനിക്ക് പണി അറിയാം. എങ്ങനെയുണ്ട് സാർ? കൊള്ളാം, ഡള്ളാണെങ്കിലും ബ്രാൻഡല്ലേ. അതെ സാർ, അടുത്ത പടം ഓക്കെ. സാറേ മിച്ചർ ഇവിടെ ഇരിക്കട്ടെ. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും രാജ്കുമാർ സാറിന്റെ മനസ്സ് മാറിയാലോ? നമുക്ക് അവരെ ഇവിടെ സ്റ്റേ ചെയ്യിക്കാം. അല്ല, ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാകുമ്പോൾ റൂം റെന്റ് ഒക്കെ വളരെ കുറവാ. അങ്ങനെയാണെങ്കിൽ തന്റെ മുറി തന്നെ താമസിപ്പിച്ചു. താങ്ക്സ്. സാറ് പറഞ്ഞാൽ പിന്നെ ഒരു മാറ്റവും ഇല്ല. ആ പെൺകുട്ടിക്ക് എത്ര വയസ്സായി? 17 വയസ്സ്. IPC 168 പീഡനം. 7 കൊല്ലം അകത്ത് കിടന്ന് ഉണ്ട തിന്ന. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. മനുഷ്യന് സമാനമായിട്ട് പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സീനാറ് കുളിമുറി. സാറേ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. സാർ ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തിനോ സാർ? ചെയ്തോന്ന് ചോദിച്ചാ അല്ല സാറേ, എന്റെ മുന്നിൽ ഉള്ളിൽ കിടക്കുന്ന കലാകാരിയെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം. അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സാർ തന്നെ പറ. ഒരു സൂപ്പർ സ്റ്റാറിനെ കണ്ട എഴുന്നേറ്റ് നിൽക്കാനുള്ള മിനിമം സിനിമാ ബുദ്ധി പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ. ഇവിടെ ആളുകള് പിറന്നപടി നിൽക്കാൻ പറഞ്ഞപടി നിൽക്കാൻ റെഡിയാ. അപ്പോഴാ ഇത് രാധാമണിയെ 706. അപ്പൊ ഹീറോയുടെ സഹോദരി ഔട്ട്. എന്നാ പിന്നെ ഈ അമ്മച്ചിക്ക് ഒരു വേഷം കൊടുത്തുണ്ടായിരുന്നു. നല്ല കേട്ടാ, സ്ക്രീനിൽ നിറഞ്ഞു നീക്കി. മേള അടിപൊളിയാണ്ടല്ലേ? ചെണ്ട കിട്ടിയ പിന്നെ അവന് വേറൊന്നും വേണ്ടല്ലോ. അവനാ കൂടുതലുണ്ടാവും. നീ ഇവിടേക്കാണാ നേരത്തെ പോണ്ടേ? ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇഷ്ട നീ വന്നടാ. ഇത് പിടിച്ചേ, ഞാൻ പോവാ. ഒരു ഇന്റർവ്യൂ ഉണ്ട് കലാസദനില്. കിട്ടിയാ മതിയായിരുന്നു. എടാ സുഖുവേ, ഇന്റർവ്യൂ എന്തിനാടാ? വല്ല പ്യൂൺ പണിയാണോ? പിയൂണ് പണിയാ? പിയൂണ് പണിയായിട്ട് കളക്ടർ പണിക്ക് വരെ ഞങ്ങൾ പോവില്ല. എടാ ഞങ്ങള് കലാകാരന്മാരാണ്, അറിയാ? അതിനൊക്കെ നല്ല പഠിപ്പും വേണം. പഠിപ്പ് മാത്രം പോരാ, പിന്നെ നല്ല ലുക്കും വേണം. എന്നെ പോലെ ഒന്ന് വന്നേടാ ചലക്കാണ്ട്. അതാ സൂയ. എടാ മണിയെ, എന്താടാ നീ നൈറ്റ് വണ്ടി എടുക്കണ്ടോ? എന്തേ? അല്ലെങ്കിൽ രമേശിന് ചോദിച്ചിട്ടുണ്ട്. അയ്യോ ചതിക്കല്ലേ, ഞാൻ രാത്രി പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നെടുത്തോ. നാളെ അമ്മേനായിട്ട് ഡോക്ടറിനെ കാണാൻ കാശ് വേണേ. വണ്ടി എടുത്തോടാ. അപ്പൊ മണി കലാസത്തിൽ ചേർന്ന പിന്നെ അല്ലാണ്ട്
നമ്മുടെ മണി കലാസല്ലേ ചേർന്നു. അതെയാ ശരിക്കും? അവനോട് പറഞ്ഞോളൂ, അവനിതോടെ പോയി. കുറച്ചിട്ടോട്ടെ ചേട്ടാ. പൈസ കൊടുത്ത് പഠിച്ച സാധനം അത്. മണി നീ ഇവിടെ നിൽക്കണം. എന്തുണ്ടത് പോൺസ്. നീ അത് കളഞ്ഞേ. അല്ല ഇനിയിപ്പോ കറുത്തന്റെ പേരിൽ ഒരു കുഴപ്പമുണ്ടാവണ്ടല്ലോ. ആ ഒരു തോന്നല് നല്ലതാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ബെസ്റ്റ്. ഇപ്പൊ അടുക്കളക്ക് വൈറ്റ് വാഷ് അടിച്ച പോലെ ഉണ്ട്. അതല്ലടാ, പോണടുത്ത് നിന്നൊക്കെ തൊലി കറുത്തൂന്നും പറഞ്ഞ് തോറ്റു വരലല്ലേ പതിവ്. അപ്പൊ ഇത്തവണ ഇത്തിരി വെളുത്തിരിക്കട്ടെ എന്ന് കരുതി. നീ ഇങ്ങനെ വെളുക്കാൻ തുടങ്ങി എന്റെ കുടുംബം വെളുക്കട്ടാ. കോലം കിട്ടാതെ നീ അത് തുടച്ചോളഞ്ഞ്. നീ പേടിക്കണ്ട, അവിടെ ഒരു അച്ഛനുണ്ട്, മൂപ്പര് കറുത്തിട്ടാണ്. ഏയ് അച്ഛൻ വെളുത്തിട്ടാ? അച്ഛനല്ല, അച്ഛന്റെ കുപ്പായം. ഓ കുപ്പായ. നീ ഇപ്പൊ പഴയ മണിയൊന്നും അല്ലല്ലോ. പിന്നെ അല്ല, സിൽമാടനല്ലേ സിൽമാടൻ, നാളത്തെ മമ്മൂട്ടി. ഞങ്ങളുടെ കറുത്ത മമ്മൂട്ടി. ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ. മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ആദ്യം എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ കൈവിറച്ച ഗുരുനാഥൻ പിന്നെ എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. മടങ്ങിപ്പോ മക്കളെ, മടങ്ങിപ്പോ. മതിയോ? ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. നടന്മാരെ ചെയ്യാൻ ഇപ്പൊ തന്നെ ഇവിടെ ആൾക്കാർ കൂടുതലാ. പുതിയത് വല്ലതും ഉണ്ടോടോ? തന്റെ ഉണ്ടച്ചോ. ഉണ്ടോന്നല്ല, ഉണ്ടോ? അല്ല വേറെ ഉണ്ടച്ചോ. ആ എന്നാ കാണിക്ക്. ആ പോരട്ടെ പോരട്ടെ. അട്ടപ്പാടി 8 വീട്ടിൽ കുട്ടപ്പഞ്ചേട്ട പട്ടിയെ മട്ട് പിടിപ്പിച്ച മട്ടുപ്പാവിൽ കുട്ടപ്പഞ്ചേട്ട പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചപ്പോ നീ എന്നിട്ട് വട്ടം തട്ടിയല്ലേ? 8 പൊട്ടും തിരിയാത്ത 8ാം ക്ലാസ്സിൽ 8 കൊല്ലം പൊട്ടി 8ാം പുത്രി ഏലിക്കുട്ടിനെ കോട്ടത്തുള്ള തന്നെ കുട്ടനാട്ടുകാരെ കട്ടനടിപ്പിച്ച വിട്ടി പൊറോട്ട തട്ടി പാട്ടിലാക്കി. സംഭവം നാട്ടിൽ പാട്ടലട പട്ടി. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ, ഒരിക്കൽ തട്ടാൻ കുട്ടപ്പഞ്ചേട്ടനെ കൂട്ടി കോട്ടപ്പടി ചെന്നപ്പോ തട്ടാൻ കുട്ടപ്പഞ്ചേട്ടൻ നാട്ടുകാർ വട്ടത്തിലിട്ട് തട്ടി. സംഭവം നാട്ടിൽ പാട്ടലട പട്ടി. എന്തോന്ന്? ഇതെന്താടാ സമൂഹ ഗാനം? അത് പറയാനല്ലടാ ഞാനിവിടെ ഇരിക്കുന്നത്. നന്നായിട്ടുണ്ട്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ടില്ല. ആവശ്യം വന്ന വിളിക്കാം. അച്ചോ ഒരൈറ്റം കൂടി ഉണ്ട്. എന്നാ താൻ കാണിക്ക്. ഒരു മിനിറ്റ് അച്ചോ, ഇപ്പൊ കാണിക്കാം. മുണ്ട് പറിച്ചടിയാണോ? ഹനുമാനാണ്, ഹനുമാൻ. ഇത് സ്ഥിരം സാധനമാണ്. വേണ്ട, അഭിപ്രായം വേണ്ട, ഞാൻ പറഞ്ഞോ. സൂപ്പർ സൂപ്പർ. കൊള്ള. ശരിക്കും പാന്റ് വേണം, നല്ലൊരു ഗുമ്മുണ്ടാവും. ഒരു ഇന്റർവ്യൂവിനല്ലടാ മണ്ട നീ വന്നത്. അപ്പോ ഇതൊക്കെ ഇട്ടച്ച് വരണ്ടേ? അതച്ചോ ആകെ ഒരു പാൻറ്റേ ഉള്ളൂ, അതാണെങ്കിൽ കഴുകിയിട്ടിരിക്കുക. വൈകിട്ട് പ്രോഗ്രാം ഉണ്ടേ. അടുത്ത സ്റ്റേജ് മുതൽ താനും ഉണ്ടാവും. അച്ചോ അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോ നാളെ തന്നെ വരേണ്ടി വരുമോ? എന്താ നാളെ എന്ന് പറയുമ്പോ സാറിന് ഡേറ്റിന് വല്ല പ്രശ്നമുണ്ടോ? അയ്യോ അതുകൊണ്ടല്ല, നാളെ ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ റിലീസ് ഉണ്ടേ, അതുകൊണ്ടാ. ഓ സിനിമ നടനാണോ? അങ്ങനെയൊന്നുമില്ല. എന്ന് കരുതി ശമ്പളമൊന്നും കൂട്ടിത്തരില്ല കേട്ടോ. ഇവിടെ എല്ലാത്തിനും ഒരു ചിട്ടയുണ്ട്, അത് വെച്ച് തരുള്ളൂ. അച്ഛോ അച്ഛൻ വരുമോ എന്റെ സിനിമ കാണാൻ? ഞാനോ? അച്ഛൻ വന്നാ എനിക്ക് വലിയ സന്തോഷാവും, എന്റെ അഭിനയവും കാണാലോ. നോക്കട്ടെ. പൂവച്ചോ. ഇപ്പൊ സിനിമ തുടങ്ങി കാണും. ഇത് സിനിമ കാണാനൊന്നുമല്ല, ഇവക്ക് അവനെ കാണാനാ. പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? സിനിമ നടാ എപ്പ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ശേഖരൻകുട്ടി 13 പറഞ്ഞത്? അത് പിന്നെ ഞങ്ങളൊരു 16 ആളുകളുണ്ട്. ഓ ശേഖരൻകുട്ടി 16 ഫസ്റ്റ് ക്ലാസ്. 16 എന്ന് പറയുമ്പോ ഒരു 240 രൂപ വരും. അതെ, ഫ്രീ ടിക്കറ്റ് ആണെങ്കിൽ ഞാനുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലൊരു നടൻ ഉണ്ടാകാന്ന് പറഞ്ഞാ അതൊരു സംഭവല്ലേ, അതുകൊണ്ടാ. ഇവൻ സിൽമാറിന് ടിക്കറ്റ് വേണ്ട. അതെ, ഇപ്പൊ ഈ ഫ്രീ ടിക്കറ്റിന്റെ ഏർപ്പാടൊന്നുമില്ല, പക്ഷെ രാജാമണിക്ക് കിട്ടും. എത്ര സീനുണ്ട്? 4 ഡയലോഗ് ഉണ്ട്.
ഡ്രൈവറായിട്ടാണ് രാജ്കുമാർ സാറിന്റെ ഒപ്പം. രാജ്കുമാർ സാറിന്റെ ഒപ്പം 4 ഡയലോഗോ? അതൊരു സംഭവട്ടാ. കണ്ട ശുക്രൻ തെളിയാൻ ചിലപ്പോ ഇത് മതി. എന്റെ മോൻ ശുക്രൻ തെളിഞ്ഞു. എന്നാ ശരി. നീ എന്തിനാണ് കുര്യച്ചനോട് നോണ പറയാൻ പോയെ? നോണ പറയാനാ ഞാനാ? പിന്നെ ഞാനാ. നീ അല്ലേ പറഞ്ഞ 4 ഡയലോഗ് ഉണ്ടെന്ന്? 4 ഡയലോഗ് ഇല്ലേ? എവിടെ 4 ഡയലോഗ് ഇരിക്കണേ? നീ ഡയലോഗ് എന്ന് പറഞ്ഞേ? സാധാരണ 35, സാറായതുകൊണ്ട് 25 തന്നാ മതി. ഇതിലെവിടാ 4 ഡയലോഗ്? എടാ സാധാരണ 1, 35 2, സാറായതുകൊണ്ട് 3, 25 4, തന്നാ മതി 5. ശരിക്കും 5 ഡയലോഗ് ഉണ്ട്. ഞാനൊരെണ്ണം കുറച്ചാ പറഞ്ഞത്. നീ വന്നേ പടം കാണാം. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറകിലാണല്ലോ സീറ്റ്. നമുക്ക് മുമ്പിലിരിക്കാതെ രാമപ്പാ. അതാവുമ്പോ ആദ്യം കാണായിരുന്നു. അതെ, ഈ സിനിമ എന്ന് പറഞ്ഞ പുറകെ ഇരുന്ന് കാണുന്ന പരിപാടിയാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് മുമ്പിലിരുന്ന കാണാറ്. അത് തറയാ. അത് പണ്ട് തറ ടിക്കറ്റ് ആയിരുന്നു. ഞാനും തമ്പുരാനും കൂടി ആദ്യം സിനിമ കാണാൻ വന്നപ്പോഴേ ഏറ്റവും മുമ്പിലായിരുന്നു. തമ്പുരാനി അഭിലാഷിനെ തൊറു. അനാവശ്യം പറഞ്ഞത് രാമപ്പ. നീയാണ് പറഞ്ഞത് അഭിലാഷിനെ തുടർന്ന്. അവളെ നമുക്കങ്ങനെ മറക്കാൻ പറ്റുമോ? ആരെ? അഭിലാഷിനെ. എടാ മണിയെ, ഒന്ന് വേഗം തുടങ്ങാൻ പറയടാ. അവിടെ പറമ്പിൽ ആൾ കൈകട കാത്തുക്കുന്നു. അതിനെന്നാ ബ്രാ? നീ വലിയ സിനിമക്കാരെന്ന് വിചാരിച്ചിട്ട് പറമ്പിൽ പണി നടക്കണ്ടേ? അത് നമ്മുടെ കോരന്റെ മോളല്ലടാ. കോരന്റെ മോള് മാത്രമല്ല, നമ്മുടെ സിനിമാടന്റെ നായികയും കൂടിയാണ്. അപ്പ നമസ്കാരം പറഞ്ഞതാ. നമസ്കാരം. എന്റെ മോൻ സിനിമാതരം വന്നപ്പോ നമസ്കാരം പറഞ്ഞാ കണ്ടോ? ചേട്ടാ പടം തുടങ്ങിയോ? കുറച്ചേരെ തുടങ്ങിയിട്ട്. അതെ, നമ്മുടെ രാജാമണി സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അവന്റെ ഭാഗം കഴിഞ്ഞില്ല. ഈസിയില്ല. ഇപ്പൊ വരട്ടാ. ആ ഓട്ടോ ഓടിക്കുന്നതാണ് നമ്മുടെ മണി. ഇപ്പൊ വരും നമ്മുടെ സിനിമാടൻ. നോയിക്കോട്ടാ. ഇപ്പൊ ഇറങ്ങേ. ഇപ്പൊ കാശ് വയ്ക്കും. എത്രയാ? 20. എടാ മണിയെ, എവിടാ നീ? എന്തു പറ്റിയ മണി? അവര് നമ്മളെ പറ്റിച്ചതാടാ. അവരെടുത്തില്ലടാ നിന്നെ. എടുത്ത പോലെ കാണിച്ചല്ല. ഇല്ലേ? നീ ഇത് കഴിച്ചേ. എനിക്കൊന്നും വയ്യ അച്ഛനോട് പറയാൻ. നീ തന്നെ പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് ചാടിക്കടിക്കും. ചിലപ്പോ തല്ലും കൊള്ളും. നീയല്ലേ പുന്നാരം മോള്. നീ തന്നെ പറഞ്ഞാ മതി. മത്തിമുലാളി ഇങ്ങ് എത്തി. എന്നാ പിന്നെ ബാക്കി ഞാൻ പാപ്പിയുടെ കടയിൽ കൊടുത്തേക്ക്. അതുപോലെ ആയിക്കോട്ടെ. വൈകിട്ട് കുന്നംകുളത്ത് പോണം, മറക്കണ്ട. അത് ഞാൻ എത്തിക്കോളാം. കുഞ്ഞാപ്പനെത്തിയോ? അവരെത്താറാടാ? ഇല്ല, കാപ്പിക്ക് മുന്നേ എത്തും. ഞാൻ പിന്നെ ഇത്തിരി നേരത്തെ പോന്നുള്ളൂ. അവിടെ നിക്ക. ഓ, നമ്പൂരാരാ? എന്തേ? ഒന്നുമില്ല. എന്തോ പറഞ്ഞല്ലോ. അത് പിന്നെ നമ്മടെ ജാതിയിൽ ഇങ്ങടെ അത്ര മുന്തിയ കൂട്ടർ ഇവിടെ ഇല്ലാലോ. അതാലോചിച്ച കിണ്ടിയുള്ളവരെ അല്ല, മുറ്റത്ത് കിണ്ടിയുള്ളവരെ. എന്തുട്ടൊരു കുടുംബ മഹിമ. മുറ്റത്ത് കിണ്ടിയുമ്പോഴുള്ള എത്ര കുടുംബക്കാരുണ്ട് ഈ നാട്ടില്. അങ്ങനെ ജാതി നോക്കിയാ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മുന്തൂരി തന്നെയാ. എന്ന് വെച്ചാൽ എന്റെ ഗമയൊന്നും കാട്ടണില്ലല്ലോ. അതില്ല. അങ്ങനെ ജാതിയും വലുപ്പവും നോക്കിയിരുന്നെങ്കിൽ അന്നെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റിയെടുത്തോ. നീ വിഷമിക്കണ്ട, ബ്രോക്കർക്ക് എവിടെയും കയറാം. ഒരു തമ്പറാൻ. നീ ഇത് കഴിക്കാതെ പോന്ത്. അച്ഛൻ വരുന്നുണ്ട്, കിട്ടും. എടിയേ. ഓ, എന്താ എന്റെ മോക്കൊരു വല്ലായ്മ? എന്തുപറ്റി? മോള് പോയി ഒരുങ്ങിട്ടോ. ഒരുപ്പോ വരും. ചെല്ലേ, അച്ഛനല്ലേ പറയണം. ചെല്ലേ. അതെ. എന്തേ? ഇവക്ക് കല്യാണം വേണ്ടാന്ന്.
എന്നോട് പറഞ്ഞോ? ആ മോളെ, മോളുടെ നല്ലതിനല്ലേ അച്ഛനീ പറയണേ? രാജാമണിയുടെ കാര്യമല്ലേ? ഓനീ മിമിക്രിയും കാട്ടി നടക്കണവനാ. നാളെ എന്താവെന്ന് ആർക്കറിയാം? ഇപ്പൊ സിനിമയിലൊക്കെ ഉണ്ടച്ചാ, നല്ല പേരുണ്ട്. ആർക്ക്? ഓനോ? ഇതുകൊണ്ടൊക്കെ എങ്ങനെ ജീവിക്കാനാ? നാളെ എന്തുണ്ടാവുമെന്ന് ആർക്കറിയാം? എന്തൊക്കെയായാലും ഓന്റെ രൂപം വെച്ച് മോഹൻലാലൊന്നും ആവാൻ പോകുന്നില്ലല്ലോ. എന്നാ കുമാരനെ പോലീസാ. നാളെ അവൻ വലിയ നിലയിലാവും. നമ്മുടെ ജാതിയിൽ ഒരു പോലീസുകാരന് വേണമെങ്കിൽ കയറി കയറി SP വരെ ആവാം. എന്നാ നിന്റെ രാജാമണിയോ എത്ര കയറിയാലും തെങ്ങിന്റെ മോളിൽ തന്നെ. അതെ അച്ഛൻ, ഞാൻ മോളെ, പോലീസുകാരന്റെ കെട്ടിയോളെന്ന് പറയുമ്പോ അതൊരു ഗമന്യാ. നിനക്ക് മാത്രല്ല, ഞങ്ങൾക്കും. സിനിമയും നാടകമൊന്നും ഇല്ലെങ്കിൽ രാജാമണി വെറും കൂലിപ്പണിക്കാരനാ. നീ ആലോചിക്കേ, പോലീസുകാരന്റെ കെട്ടിയോളായിട്ട് ജീവിക്കണോ അല്ല രാജാമണിക്കൊപ്പം പട്ടിണി കിടക്കണോന്ന്? അത് തന്നെ. ഇനി എല്ലാം എന്റെ ഇഷ്ടം പോലെ. മോളെ, ശരിക്കാലോചിക്കേ. നമ്മൾ സ്വപ്നം കാണാറില്ലേ? അതുപോലൊരു സ്വപ്നാന്ന് കരുതിയാ മതി. പക്ഷേ മനുഷ്യൻ എന്നെ കല്യാണത്തിന് വരണോട്ടാ. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. അതിരെ നിന്റെ മുറച്ചെറുക്കം വന്നിട്ടോ ബോംബെന്ന്. സൂപ്പർ. ഓക്കെ അല്ലേ സാറേ? ഓക്കെ അല്ലേന്ന് ചോദിച്ചാ ഓക്കെ അല്ല. എന്തു പറ്റിയിടാ നിനക്കൊരു മൂഡ് ഓഫ്? എനിക്കോ? ഒന്നുമില്ല. പിന്നെ എനിക്കറിയാവുന്നല്ലേ. നീ ഒന്ന് റിലാക്സ് ചെയ്യ്. ബ്രേക്കിങ് എടുക്കാം. ബ്രേക്ക്. സാറേ, നാളെ ക്യാപ്റ്റൻ രായ് സാർ ഇല്ലെന്നാ പറയുന്നത്. എങ്കിൽ താനാ മുരളിയെ വിളി. ഓ, ആ മണി. പുതിയ ഐറ്റം ഒന്നുമില്ല ഇതിന്റെ ഉണ്ട് സാറേ, പക്ഷെ ഇപ്പൊ ഒരു മൂടില്ല. പിന്നെ കാണിക്കും മണി. സാറ് പറഞ്ഞതല്ലേ, എന്റെ മൂഡ് ഔട്ട് ഒന്ന് മാറട്ടെ. കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു പെണ്ണ് പോയാ മറ്റൊന്ന് വിട്ടുകളടാ മണി. 4 പടം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഇതിന് പറ ക്യൂ നിൽക്കൂലടാ. ഞാൻ പറഞ്ഞില്ല എന്തുട്ട്. അല്ല, നീ പ്രേമിച്ചോന്നെ വേറെ കെട്ടിക്കൊണ്ടുപോയാൽ ആ കൊച്ചിനെ വേറെ പോലീസുകാരൻ കെട്ടിയല്ലേ? അപ്പൊ എല്ലാ കഥ ഇവിടെ വിളമ്പില്ലേ? എന്തായിരുന്നടാ പ്രശ്നം? ജാതി തന്നെ സാർ. ജാതി എന്ന് പറഞ്ഞ രണ്ടാളും ഒരു ജാതി തന്നെയാ. എന്നാലും അവര് കിണ്ടിന്ന് കാല് കഴുകി വീട്ടിൽ കയറണോരാ. കീഴ്ജാതിക്കാരിലെ മേൽജാതിക്കാര്. കാല് കഴുകുന്നതിന് ജാതി ഉണ്ടോ? നീ അതിവിടെ ഒരു സാധനം കാണിക്കേ. പ്രാർത്ഥിക്കുന്നേലി. ഓക്കെ. പരമേശ്വരന്റെ പുത്രനായ ഗണപതി ഭഗവാനെ, അവിടുന്ന് ഈ സാധുവിനെ കാത്തു രക്ഷിക്കണമേ. ഈ നാട്ടിൽ മാർജാരന്മാരുടെ ശല്യം കൂടി വരികയാണ്. അങ്ങൊന്ന് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണേ എന്റെ പൊന്നു ഭഗവാനേ. ദേ പൂജ. സാറേ, പുതിയൊരു ഐറ്റം ഉണ്ട്, പക്ഷെ ശരിയായി പറഞ്ഞേ ഉള്ളൂ. എന്നാ കാണിക്കടാ. ഞാനൊന്ന് കാണിക്കാം. ചേട്ടാ, പടി ഒന്ന് തന്നെ. ഒന്ന് നീങ്ങോ. സാറേ, ഈ റോഡൊന്ന് മുറിച്ച് കിടക്കാൻ സഹായിക്കോ? സാറേ, ആരും ഇല്ലല്ലേ? എങ്ങനെയുണ്ട് സാറേ? ശരിക്കും അന്തന്മാര് നിന്നെ കണ്ട് പഠിക്കേണ്ട അവസ്ഥയാണ്. നിന്റെ ഒബ്സർവേഷൻ അത് സംഭവിച്ചു. ഇതാണ് ആ ഒരു കലാകാരന് വേണ്ടത്. ഇതിനെയല്ലേടോ ചിലർ മിമിക്രി എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. എന്താ സാറേ? നമുക്ക് ഈ ക്യാരക്ടർ വെച്ച് ഒരു പടം ചെയ്താലോ? ശരിക്കും പരീക്ഷണമാണ്. ഞാനൊരു സബ്ജക്റ്റ് നോക്കാം. ചിലപ്പോ നാഷണൽ ലെവൽ വരെ എത്തും. ശ്രദ്ധിക്കപ്പെടും. നോക്കിയാലോ? അരിസാറ് പറഞ്ഞ കേട്ടോ,
മണിയുടെ ഭാഗ്യം. നാളെ ഹീറോ ആകാൻ പോകുന്ന ആളല്ലേ നീ? ഹീറോ